സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക വരുണിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് 2-3 ഡിമാൻഡൊക്കെ വെക്കുവാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്കേൻ്റെ ആ ഡിമാൻഡെല്ലാം വരുൺ അംഗീകരിക്കുവാണ്. ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഭയങ്കര നാണം കെട്ടാൻ വന്നത്, തല താഴ്ത്തിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അതുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ എനിക്ക് പോകണം. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വരുൺ ചെയ്യണം. ശരി, അതൊക്കെ ഞാൻ ചെയ്തോളാം, ഇയാളെൻ്റെ കൂടെ വന്നാൽ മതി. അങ്ങനെ പ്രിയങ്കയും വരുണും കൂടി അകത്തേക്ക് എത്തുവാണ്. എന്നിട്ട് വരുൺ തന്നെ അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയെന്നുള്ള രീതിയിൽ എല്ലാവരോടും പറയുവാണ് കേട്ടോ. അങ്ങനെ അത് കേൾക്കുമ്പോൾ അച്ഛനും യശോദക്കും മുത്തശ്ശിക്കും എല്ലാവർക്കും സന്തോഷമാകുവാണ്. ഈ സമയം യശോദ പറയുന്നുണ്ട്, പ്രിയങ്കക്ക് കുറച്ച് പക്വത കുറവാണ്, അതിൻ്റെ ചില എടുത്തുചാട്ടങ്ങളും ഇവളുടെ സ്വഭാവത്തിലുണ്ട്. അന്നേരം വരുൺ പറയണേ, അതൊന്നും സാരമില്ല, ഞാൻ നോക്കിക്കോളാം. ഈ സമയം അങ്ങനെ വരുൺ ചുറ്റുമൊക്കെ നോക്കുമ്പോഴായിരിക്കും കേട്ടോ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ കാണുന്നത്. അതിൽ ദേവനും യശോദയും മുത്തശ്ശിയും പ്രിയങ്കയും രാധികയും അവരെല്ലാവരും കൂടി ചേർന്നെടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. അങ്ങനെ ആ ഫോട്ടോ കാണുന്ന വരുൺ ആ ഫോട്ടോയുടെ അരികിലേക്ക് പോകുവാണ്. ഈ കാഴ്ച കാണുമ്പോൾ യശോദയും മുത്തശ്ശിയും പ്രിയങ്കയൊക്കെ അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഇനിയിപ്പോൾ വരുൺ ചോദിച്ച് എന്ത് പറയുമെന്ന് അറിയാതെ അവർ ടെൻഷനോട് കൂടി നിൽക്കുക. അങ്ങനെ വരുൺ ആ ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് കേൾക്കണേ, അല്ല ഈ കുട്ടി ഇപ്പോൾ എവിടെയുണ്ട്? ഈ സമയം വരുണിൻ്റെ ചോദ്യം കേട്ട് അവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അവിടെ ദേവനാരായണനും കൂടിയുള്ള കാരണം രാധിക ഇവിടെ തന്നെ ഉണ്ടെന്ന് മിക്കവാറും ദേവൻ പറയാനുള്ള സാധ്യതയുണ്ട്. ഇതേ സമയം അമ്പലത്തിൽ നിന്ന് പൂജാരി കൊടുത്താൽ പൂജിച്ച് ചരടുണ്ടല്ലോ, അതുമായിട്ട് രാധികയും തിരികെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡ് തന്നെ കണ്ടറിയാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.